Assalamualaikum guys, welcome back to my video. ഞാൻ കുറേ പ്രാവശ്യം വോയിസ് ഓവർ കൊടുക്കും തെറ്റ് എന്തോ എനിക്കൊരു തൃപ്തി വരുന്നില്ല. ഇതിലെങ്കിൽ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞത് കേട്ടോ. അതും ഊട്ടിക്ക്. ഞാൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഊട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ നമ്മളെ ഈ മഞ്ഞക്കാലല്ലേ, നമ്മളെ ഡിസംബർ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഊട്ടിക്ക് പോവാം. അന്നൊന്നും പോയില്ല. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് സർപ്രൈസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ട്രിപ്പ് കിട്ടിയത്. അതിന് എൻ്റെ ബർത്ത്ഡേക്ക് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇക്ക തന്നത് ഗിഫ്റ്റ് ബോക്സ് ആണ്. ഇപ്രാവശ്യം അതുപോലെ എന്തെങ്കിലും തരാമെന്നായിരുന്നല്ലോ ആദ്യം കരുതിയത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രിപ്പായതുകൊണ്ട് ആൾ പിന്നെ മാറ്റി ചിന്തിച്ചു. പിന്നെ ഞാനൊരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് പിന്നെ അങ്ങനത്തെ ഗിഫ്റ്റൊക്കെ തരുന്നുള്ള നമ്മൾ ഊഹിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് വെറൈറ്റി ആവില്ലല്ലോ. അത് ഞാൻ ചെയ്യുന്ന ആളായതുകൊണ്ട് അത് വേണ്ടത് ഇക്ക തീരുമാനിച്ചു. പിന്നെ ഈ ഒരു ട്രിപ്പ് പോക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ഞങ്ങളൊരു ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കോട കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കോടൊക്കെ വരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ട്രിപ്പ് പോകാമെന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നീച്ചിട്ടോ ഞങ്ങൾ ഊട്ടിയിലെത്തി. പൈൻ ഫോറസ്റ്റ് പൈനിൻ്റെ മരമാണത്. അപ്പം ഞാൻ എൻ്റെ പൊക്കിമാനും കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. അങ്ങനെ കുറച്ച് കപ്പിൾ വീഡിയോസോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് കുറേ ആ സ്ഥലം നല്ല ആസ്വദിച്ചു കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഞാൻ എൻ്റെ പൊക്കിമാനും കൊണ്ട് വീഡിയോ എടുത്തിട്ടോ. പൊക്കിമാന് തണുപ്പാണെന്ന് പറഞ്ഞാൽ വേഗം ഹുഡിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു ഗൈസ്. വീണ്ടും ഞങ്ങളിങ്ങനെ കുന്നും മലകളും താണ്ടിക്കാണ്ട് പോവാണ് ഗൈസ്. അത് ഊട്ടിക്ക് പിന്നെയും കോട ഗൈസ്. എന്ത് രസമല്ലേ കാണാൻ ഈ കോട തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ തണുപ്പ് ഓവറായാലും പ്രശ്നമാണ് ഗൈസ്. കാരണം തണുപ്പ് ഓവർ എൻ്റെ ശരീരത്തിന് താങ്ങണില്ല. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഈ ഡേറ്റിൽ തണുപ്പ് ഇങ്ങനെ ഓവറായിട്ട് കയ്യും കാലൊക്കെ ഇങ്ങനെ ചെറിയ ചൊറിച്ചിലൊക്കെ വന്നിട്ട് ഒരുമാതിരി പോലെ ഇടുക. പിന്നെ ഈ സ്ഥലത്തിപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിട്ടോ. അവിടെ കണ്ടില്ല, അത് പോലീസ് സ്റ്റേഷനാണ്. പിന്നെ ഞങ്ങളത് ചുമ്മാ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് നല്ല കോടയുള്ള പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചോ. ആ ഭാഗത്തൊക്കെ ഒന്ന് കയറിയിട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇവിടുത്തെ പോലീസുകാർ കണ്ട പോലീസുകാരെ തോന്നില്ല ഗൈസ്. അങ്ങനത്തെ കാക്കിയൊന്നും ഇട്ടിട്ടല്ല, വേറൊരു ഡ്രസ്സ്, നമ്മൾ സാധാ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഓരോ നിൽക്കുക. പിന്നെ കുറേ സ്ഥലത്തെത്തിയപ്പോൾ വിചാരിച്ചു പറഞ്ഞാൽ കുറച്ച് കപ്പിൾ വീഡിയോ ആണ് എടുത്താലോ എന്ന്. പിന്നെ ഞങ്ങൾ ഫോൺ ഫിക്സ് ചെയ്ത് ഫോണിൻ്റെ നിലത്ത് വെച്ചിട്ടാട്ടോ ട്രൈപോഡ് എടുക്കാൻ ഞാൻ എപ്പോഴും മറക്കും ഗൈസ്. ആവശ്യമില്ലാത്തടത്തൊക്കെ എടുത്ത് പോട്ടോ. ആവശ്യമുള്ളവർക്ക് ഞാൻ എടുക്കൂല. അതിന് കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോലത്തിൽ ഞങ്ങൾ വീഡിയോ എടുത്തത്. കുറച്ച് റൊമാൻസ് ആവാമല്ലേ. ഇനി ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ ഫോൺ നിലത്ത് വീണെടുക്കുക. അപ്പം ഞങ്ങൾ വെച്ച് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ ഞങ്ങൾ എല്ലാ വീഡിയോസും എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ നിലത്ത് വീണത്. നല്ല ഭംഗിയിലേക്ക് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടൊക്കെ വിട്ടു കേട്ടോ. ബാക്കി പാർട്ട് 2